ആദ്യം പുനരധിവാസവുമായി എത്തുന്നത് ലീഗാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏപ്രിൽ 9-ാം തീയതിയാണ് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതി തുടങ്ങുക. ഇത് മുസ്ലിം ലീഗ് മോഡൽ. ഉരുൾ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂർ മുതൽ ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതാണ് മുസ്ലിം ലീഗ്. സുരക്ഷിതമായി കയറിക്കിടക്കാൻ അവർക്ക് കുറിയൊരുക്കുന്നതിലൂടെ ആ രക്ഷാദൌത്യം മറ്റൊരു നാഴികക്കല്ല് താണ്ടുകയാണ്. 8 സെന്റിൽ 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള 105 വീടുകളാണ് മുസ്ലിം ലീഗ് ഒരുക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സംവിധാനമുണ്ട്. മുസ്ലിം ലീഗ് കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാവും എന്നുള്ളതാണ്. എന്തായാലും മാതൃകാപരമാണ്. അപ്പം സർക്കാരിൽ വെക്കാൻ പോകുന്ന വീടുകൾ ഇനി മാതൃകാപരമായി മുസ്ലിം ലീഗിന്റെ മാതൃകയും മുൻപിലുണ്ട് എന്നുള്ളതാണ്. ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് മാറും. അത്തരം സൗകര്യങ്ങൾ സർക്കാർ കൊടുക്കുന്ന പുനരധിവാസ വീടുകളിൽ ഇല്ലെങ്കിൽ അത് വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കരുതലോടുകൂടിയാണ് ഈ 105 വീടുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിവേഗം അവർ തറക്കല്ലിടാൻ പോകുന്നു ഏപ്രിൽ 9-ാം തീയതി.